ഹലോ സ്കറിയങ്കിൾ, ഒരു ബാഡ് ന്യൂസ്. ഇന്നായിരുന്നു എൻ്റെ കല്യാണം നടന്നില്ല. കാര്യം മറ്റൊന്നുമല്ല, നമ്മളടിച്ച കല്യാണ ലെറ്ററിന്റെ താഴെ ഞാൻ അറിയാതെ ആരോ മദ്യപാനികൾക്ക് ഹാളിലേക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നാ, കല്യാണ പെണ്ണിന്റെ അച്ഛനും സഹോദരങ്ങളും ആരും മണ്ഡപത്തിൽ വന്നില്ല. എല്ലാം കുടിയന്മാരുന്ന്. അവസാനം പെണ്ണ് വരാത്തോണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറയാണ്, പെണ്ണ് ഇന്നലെ കുടിച്ചതിന്റെ ഹാങ് ഓവർ കാരണം പെണ്ണും വന്നില്ല എന്ന്. അതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് ഞാനും വിചാരിച്ചു. ഓക്കെ ചാ, നാളെ തന്നെ ഞാൻ ഇവിടുന്ന് കയറും. ഓക്കെ അവിടെ അമേരിക്കയിൽ എല്ലായിടത്തും എന്റെ വിശേഷം പറഞ്ഞേക്കോ. ഓക്കെ, വിഷമം ഒണ്ടിച്ചായ അത് മാറ്റാം, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ. ഞാൻ വിഷമം മാറ്റാൻ വേണ്ടി നമ്മളെ ക്ലബിൽ വന്നിരിക്കുക. ഓക്കെ കോച്ചിച്ചായ, ഇങ്ങനെ പോയാ എങ്ങനെ ചായ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ചുമന്ന ഉണ്ട ചെന്ന് നേരെ നീല ഉണ്ട ഇടിക്കും. എന്നിട്ട് നീല ഉണ്ട ചെന്ന് കുഴിയിൽ വീഴൂടാ. ഇച്ചായ അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെ കല്യാണം മുടങ്ങി ഭാര്യ പോയതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ് ഞാൻ. ആ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാത് വിഷമിക്കേണ്ട കാര്യമില്ല. കല്യാണം കഴിഞ്ഞ് 6ാം ദിവസം ഭാര്യയെ കൊണ്ട് വീട്ടിലാക്കിയാണ് ഞാൻ. എന്തിന്? ഈ പണക്കാരനായ ഞാൻ ഒരു വലിയ മീൻ മേടിച്ചോണ്ട് വന്നപ്പോഴേ ഇവക്ക് കണ്ടിച്ച് കഴിവാൻ അറിയത്തില്ലെന്ന് നേരെ സോപ്പിട്ട് കഴുകി വെച്ചേക്കുന്നതാ മീന്. എന്നിട്ട് എന്തോന്ന്, ഞാൻ ആ മീനെ എടുത്തോണ്ട് വന്ന് ഷാമ്പു ഇട്ട് കഴുകി സോപ്പിന്റെ മണം മാറാൻ കറി വെച്ച് കഴിച്ചാണ് ഞാൻ. ഇതിന് ചേച്ചിയെ പറഞ്ഞു വിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടാക്കി. എനിക്ക് ദേഷ്യം വരത്തില്ലേ? എന്റെ പെണ്ണ് പോയി, അതിന്റെ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എടാ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഭാര്യ പോകുന്ന ഈ വിഷം വരുമ്പോ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? വേണ്ടേ, അന്ന് അവൾ പോയ സമയത്ത് നീല സാരിയായിരുന്നു. ഈ നീല ബോള് ഞാൻ എടുത്ത് തേണ്ടേ ഈ സ്റ്റിക്ക് വെച്ച് തട്ടി ആ കുഴിയിലേക്ക് അങ്ങോട്ട്. അപ്പൊ വിഷമം മാറോടാ. അപ്പൊ മക്കളെ വിഷമം മാറാൻ ഇതെല്ലാം എന്റെ മക്കളല്ലേടാ, ബാക്കിയുള്ള ബോളുകളെല്ലാം. പക്ഷെ എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ. എന്താ? എന്റെ സ്വത്തുക്കൾ എങ്ങനെ വീതിക്കുന്നാ. അതിന് പേടിക്കേണ്ട കാര്യമില്ല. പെട്രോൾ പമ്പാണ്ട് ഈ ഉണ്ടാക്കിയും കൊടുക്കണം, സിനിമാ തിയേറ്റർ ഈ ഉണ്ടാക്കി എഴുതി കൊടുക്കണം. മക്കളല്ലേ പിന്നെ അല്ലാതെ. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്നും രാത്രി ഞാൻ അവളെ വിളിക്കുമായിരുന്നു. എന്റെ വിളി കേൾക്കാതെ അവൾ ഉറങ്ങില്ലായിരുന്നു. ഇപ്പൊ നീ ഒന്ന് വിളിച്ചു നോക്ക്, അവള് നല്ല വിളി വിളിക്കും. കാരണം നിന്നെ വിളിച്ചുറക്കൂടാ അവളെ. കല്യാണം മുടങ്ങിയില്ലേ? ഞാൻ എന്തായാലും നാളെ തന്നെ അമേരിക്കയിലേക്ക് പോവാ. അമേരിക്കയിൽ എവിടെടാ നീ? മെക്സിക്കോ. മെക്സിക്കോയിൽ എവിടെടാ? ഷിക്കാഗോ. ചിക്കാഗോയിൽ എവിടെടാ? ലോസ് ആഞ്ചലസ്. ലോസ് ആഞ്ചലസ് എവിടെടാ? ലോസ് ആഞ്ചലസിൽ എവിടെയൊക്കെ അറിയാം. ബാക്കിയുള്ളതെല്ലാം ഞാൻ അറിഞ്ഞു വെച്ചിട്ടാണ് ചോദിച്ചത്. എല്ലാരും എവിടാ? അമേരിക്കയിൽ PTR. അമേരിക്കയില് PTM. PTP നഗറോ? PTP നഗറാണോ ഉദ്ദേശിച്ചത്? അമേരിക്കയിൽ PTP നഗറില്ലല്ലോടാ. നമ്മുടെ തിരുവനന്തപുരത്തല്ലേ PTP നഗറുള്ള പൃഥ്വിരാജ് സാർ താമസിച്ചിരുന്ന സ്ഥലം. അവിടെയും PTP നഗറും പൃഥ്വിരാജും ഉണ്ട്. അവിടെ ഉണ്ടോ PTP നഗർ? എന്റെ ചായ, ഇവിടെ കടലില്ലേ? അവിടെയും കടലുണ്ട്. ഇവിടെ ദൈവങ്ങളില്ലേ? അവിടെയും ദൈവങ്ങളുണ്ട്. അതുപോലെ ഇവിടെ PTP നഗറിൽ പൃഥ്വിരാജ് ഉള്ളത് പോലെ അവിടെ ഒരു PTP നഗറിൽ പൃഥ്വിരാജ് ഉണ്ട്. നിന്റെ പപ്പയുടെ പേരെന്തോടാ? ജോഷി കുരിശിങ്കൽ. പുള്ളി ഇപ്പൊ വീട്ടിലുണ്ടോ? ഉണ്ട്. അമേരിക്കയില്ലല്ലോ, അത് ഭാഗ്യം. അതല്ല എന്റെ പപ്പ പറഞ്ഞത്. അതാ, നീ അമേരിക്ക പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൺട്രി ഫെലോസിന്റെ കൂടെ കമ്പനി കൂടാൻ പോകരുത്, പ്രത്യേകിച്ച് ഈ ചപ്ലി ക്ലബിൽ. ടോണി കുരിശിങ്കൽ, നിങ്ങൾ എന്താ സംസാരിച്ച? ഈ ക്ലബിന്റെ പ്രത്യേകത അറിയാമോ? ഇതുപോലെ കുഴിയിൽ പന്തടിച്ചിരുന്ന ഒരു കളിയുള്ള ക്ലബ് ഏതാണെന്ന് പറ. പഞ്ചായത്തിൽ അങ്ങനെ ക്ലബ് ഉണ്ടോ? പേരെന്തെന്നറിയാമോ? ക്ലബ്. അതറിഞ്ഞോളൂ. ആര് പറഞ്ഞു? മാത്രമല്ല ഇരിക്കുന്ന ട്രോഫി ഉണ്ടോ? എന്തിനാ ട്രോഫി? അത് ഇതിൽ കളിച്ചിട്ട് ജയിച്ചപ്പം കിട്ടിയതായിരിക്കും. അല്ല, ഇവിടുത്തെ കളി കണ്ടോണ്ട് കുടിച്ച് മത്സരിച്ചെടുത്ത അങ്ങനെ മരിച്ചപ്പോ കിട്ടിയ ട്രോഫി ആയത്. അപ്പൊ ഈ കുഞ്ഞു ട്രോഫിയാ? ടച്ചിങ്സ് കഴിച്ച് തൊണ്ടേ കുരുങ്ങി ചത്ത രാജ്യത്തിന്റെ ട്രോഫി. ഒന്നും അറിയാൻ സംസാരിക്കുക നീ ക്ലബിനെ പറ്റി. സോറി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പേരിൽ 2 പെക്ക് പറ. 2 പെക്ക് ഉണ്ട കുഴിയിലോട്ട് അടിച്ചിറക്കണം, റൂമിലോട്ട് 2 പെക്ക്. നീ പറഞ്ഞു നിനക്ക് അറിയാമെന്ന് പറഞ്ഞു. മറ്റേ പേര് എപ്പോഴും എന്റെ വായിലോട്ട് കയറി വരത്തില്ല. എന്താ പൊട്ടിച്ചിരിക്കുന്നു? ഗ്ലാസിനകത്ത് ഐറ്റം വേറെ എപ്പിസോഡ് വല്ലതും? അതല്ല സാറേ, സാറിന് മദ്യം ഒഴിച്ചതെന്ന് എന്റെ കൈയുടെ കുഴ തെറ്റി. അപ്പൊ സാറിന്റെ ഈ മദ്യം കുടിച്ച സാറിന്റെ ശരീരത്തെ കുറിച്ചാണ് ഞാൻ ചിരിച്ചത്. ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ക്ലാസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് മദ്യം കഴിക്കാം. എടുത്തോ സാറേ. ഈ കല്യാണ ചെറുക്കനൊക്കെ ഈ ക്ലബിൽ എന്തിനു സാറേ വന്നത്? അറിഞ്ഞില്ലേ? കല്യാണ ചെറുക്കന്റെ കല്യാണം പ്ലീച്ചി. കല്യാണം പൊട്ടത്തി പൊളിഞ്ഞേക്കുമല്ലേ? നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്പീച്ച് ചെയ്യണം. ഇതുപോലത്തെ കൺട്രീസിലോ അങ്ങനെയുള്ളിടത്ത് നമ്മൾ സ്പീച്ച് ചെയ്യാൻ പാടില്ല. ന്യൂസിലാൻഡ് സാർ അങ്ങനെ സംസാരിക്കും സാറേ. സാർ എന്തോ പറഞ്ഞു? എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്നോ? സാറിന്റെ വിദ്യാഭ്യാസ യോഗ്യത അറിയാമോ സാറേ? നോ സാറേ,
ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് സാറേ ഞാൻ ഈ ബാറിൽ പണിയെടുക്കുന്നത് അറിയാമോ? മിസ്റ്റർ സെബാസ്റ്റ്യൻ, സോറി സാറേ. രാവിലെ എന്ത് കഴിച്ചു? അപ്പവും മുട്ടക്കറി കഴിച്ചു സാറേ. ഉച്ചയ്ക്ക പൊരിച്ചമീനും കൂട്ടി ഊണ് കഴിച്ചു. വൈകുന്നേരം ചപ്പാത്തി ചിക്കനും. 3 നേരം ചണ്ണവിളക്ക് കേട്ടിട്ടാണോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. ബാക്കിയുള്ള രാവിലെ തൊട്ടൊരു ഫുൾ അടിച്ചിട്ട് 2 കപ്പലിൽ തൊലിയാ. ഹലോ കേക്കുന്നില്ല പപ്പ? ഇതാ പെണ്ണിന്റെ വീട്ടുകാർ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നോ? ആ പെണ്ണു കണ്ടോ? ഓക്കെ പപ്പ, ഓക്കെ. ചായ ആകെ പ്രശ്നം ചായ. എന്താ മോനെ? പെണ്ണിന്റെ വീട്ടുകാരും പെണ്ണും വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഭയങ്കര തെറിവിളി. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് തെറിവിളിക്കാൻ വരെയാണ് ഈ പെണ്ണ്. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആക്രമണത്തിന് വന്നാൽ നമ്മളെ പോലുള്ളവർ എന്ത് ചെയ്യും? ഹേ, അതറിയാമെങ്കിലേ ഞായറാഴ്ച ലീവ് എടുത്തിട്ട് ഭാര്യ എടുത്ത് ഇരിക്കുമല്ലോ, ഞാൻ ഇവിടെ ഒന്ന് ജോലിക്ക് ഇരിക്കുവായിരുന്ന. അപ്പോഴത് തടിയല്ലേ, നീരാണല്ലേ. അവക്ക് വേണ്ടി ഞാൻ 3 മാസമാണ് കല്യാണത്തിന് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഓക്കെ, എന്നിപ്പോ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നുണ്ട് എമർജൻസി. പെട്ടെന്ന് അങ്ങോട്ട് ചില പേപ്പേഴ്സ് അയച്ചു. ട്രാവൽസിൽ പോകാനും പറ്റിയില്ല എനിക്ക്. എടാ ലോക സഞ്ചരിയായ ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാ ട്രാവൽസിൽ പോയി പേപ്പർ കൊണ്ടുപോയി നോക്കുന്ന? മിസ്റ്റർ സെബാസ്റ്റ്യൻ, അതെന്താ 2 കൊട്ട്? അവ ഒരു കൊട്ടുകൊട്ടിയ സ്ഥിതിക്ക് ഞാൻ 2 കൊട്ടെങ്കിലും ഇവിടുന്ന് നേരെ പോകുമ്പോ വളവ് തിരിയുമ്പം മഞ്ചാടി എന്ന് പറഞ്ഞൊരു അങ്കമാടി ഉണ്ട്. അവിടുത്തെ ടീച്ചറെ ഇത് കാണിക്കണം. അവര് പറഞ്ഞു തരും. അവര് പറഞ്ഞു തന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആയെ കാണിക്കണം. ഒപ്പ് വയ്ക്കുന്ന ആയെ. ഇംഗ്ലീഷ് പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അവരെ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ളവർക്കാർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. ഈ ക്ലബിലുള്ള ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ബുദ്ധി ഉണ്ടോ ഇവിടെ ഇല്ലെന്ന്. അപ്പൊ അച്ഛനും പറഞ്ഞൂടെ? ഉണ്ടെങ്കിൽ ഞാൻ കോട്ടിട്ടുണ്ട് ഇവിടെ നിൽക്കോടെ. അപ്പൊ അച്ഛന് വിദ്യാഭ്യാസം കാര്യങ്ങളൊന്നും ഇല്ലേ? വിദ്യാഭ്യാസം ഇല്ലെന്നോ? ഇല്ല. നീ എന്റെ വീട്ടിൽ എന്റെ റൂം ഒന്ന് നോക്കണം. ഫുള്ള് ലൈബ്രറിയാ. പുസ്തകപ്പുഴുവാടാ ഞാനാ. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും. അതെ. ഇച്ചായൻ ഓടയിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ? എന്തിനാ ഓടയിൽ നിന്ന് വായിക്കുന്ന? പാലത്തിന്റെ അടിയിൽ നിന്ന് വായിക്കണം. അതാവുമ്പോ നമുക്ക് ഇങ്ങനെ മറിച്ച് വായിക്കും. ഇച്ചായൻ അതാണോ ചോദിച്ചത്? നമ്മുടെ ബഷീറിന്റെ മധുരകളെ പറ്റി. അപ്പൊ ഷുക്കൂറിന്റെ മുള്ളുവലിനെ ഷുക്കൂറിന്റെ മുള്ളുവലിയല്ലടാ മെയിൻ. ഈ സംയുക്ത കേരളമേ നമ്മുടെ കേരളത്തിൽ കലാകാരന്മാരെ വളർത്തുന്ന ഒരു രാജ്യമാണ്. അവിടെ ബഷീറിന്റെ മധുരകളെ കുറിച്ച് അറിഞ്ഞുകൂടെന്ന് പറഞ്ഞാൽ വെരി 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 ബാഡ് ചായ. അച്ഛനും അതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ ചായ. എത്ര അവാർഡ് കിട്ടിയ മതിലെന്നറിയാമോ? എത്ര ജൂറി അവാർഡ് കിട്ടിയ മതിലെന്നറിയാമോ? പോരാങ്കിൽ മമ്മൂട്ടിക്ക് വരെ അവാർഡ് കിട്ടിയത് മതിലുകൾക്ക്. ടോണി കുരിശിങ്കൽ, ഞാൻ നോക്കിയപ്പോ ഒരു 4 മേശിരിയും 4 മൈക്കാടും ചേർന്ന് ഒരു 10-40 കട്ടയും സിമെന്റ് ഇട്ട് കുഴച്ച് കെട്ടുന്ന കണ്ടു. ഇത്രയും അവാർഡ് കിട്ടിയ ഒരു മതിലാണ് ബഷീറിന്റെ മതിലെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ വായിരിക്കുന്നൊന്നും കേൾക്കരുത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്നാമത് എന്റെ പെണ്ണ് പോയി വിഷമത്തിൽ ഞാൻ നിൽക്കുക. എനിക്കൊരു ഫ്രണ്ട് ഇല്ല. മൊബൈൽ ഉണ്ടാടാ? ഉണ്ട്. ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതാണോ ഞാൻ ഉദ്ദേശിച്ചത്? എനിക്കൊരു കൂട്ടില്ല. മിസ്റ്റർ ടോണി കുരിശിങ്കൽ, നിനക്ക് ഞാൻ കൂട്ടില്ലേടാ? എനിക്ക് അവൻ കൂട്ടില്ലേ? അവന് നീ കൂട്ടില്ലേ? ഉണ്ട്. ഇച്ചായ അതാണോ ഞാൻ പറഞ്ഞത്? ഞാൻ വീട്ടിൽ ചെന്ന് കയറുമ്പോ എനിക്കൊരു കൂട്ട് വേണ്ടേ? നമുക്ക് കുപ്പിയെടുത്ത് വീട്ടിലോട്ട് പോവാം. അതാണോ പറഞ്ഞത്? വീട്ടിൽ ചെന്ന് ഞാൻ കുളിച്ചതിന് ശേഷം മുറി അടച്ച് അകത്തോട്ട് കയറുമ്പോ എനിക്കൊരു കൂട്ട് വേണ്ടേ? ഇല്ലാത്ത റൂമില് നിനക്കൊരു കൂട്ട് വേണ്ടത്. അവിടെ നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യാനാടാ? മനസ്സിലായില്ല. എന്തോ അർത്ഥം അത്? കല്യാണം മുടങ്ങി നിൽക്കുകയാണ്. എനിക്കിവിടെ കൂട്ടില്ല. അത് അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവും. ഒന്ന് പറഞ്ഞ് മനസ്സിലായി. ഞാൻ പറഞ്ഞു കൊടുക്കാം. അച്ഛാ, പുള്ളി പറഞ്ഞെന്തെന്നറിയാം? എന്താ? കല്യാണം കഴിഞ്ഞ് വിഷമത്തിൽ നിൽക്കുകയില്ലേ പുള്ളി. അപ്പ പുള്ളിക്കൊരു കൂട്ടില്ല. അത് അച്ഛൻ തന്നെ വേണമെന്നാ പറയുന്നത്. ഞാന് ഷർട്ടില്ലാതെ തുണി നനച്ചോണ്ടിരിക്കുമ്പം എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ബൈക്കിൽ പോയിട്ട് ഹായ് അച്ചായ എന്ന് കൈയെടുത്ത് പോയപ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഞാൻ അറിഞ്ഞില്ല. നീ എന്റെ അർത്ഥത്തിലാണ് പറയുന്നത്. എനിക്ക് എന്റെ വീട്ടിൽ നിന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? നിന്റെ കാട്ടി പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ നീ? നീ എന്ത് മനസ്സിലാക്കിയ? നീ അമേരിക്കയിൽ വലിയ സംസ്കാരമൊക്കെ ഉള്ള ആളായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവാത്ത എന്താണെന്നറിയോ? മനുഷ്യരായാൽ ഒന്ന് പ്രേമിക്കണം, പ്രണയിക്കണം. അയ്യോ സാർ, അങ്ങനെ പറയരുത്. എനിക്കും ഉണ്ടായിരുന്നൊരു പ്രേമം. ഞാൻ ഒരു ചൈനക്കാരെ പ്രേമിച്ച് അങ്ങനെ എന്റെ ഫോട്ടോയും കൊണ്ട് ചൈനയിലോട്ട് പോയി. അപ്പൊ ചൈനയിലെ പെണ്ണുങ്ങൾക്ക് എല്ലാം എന്നെ വേണം. അയ്യോ എനിക്ക് ഈ ചെറുക്കനെ ഒതുക്കി ഭയങ്കര അടിയും ബഹളവും. ഇപ്പൊ എന്റെ പേരും പറ ചൈനയിൽ അടി. അങ്ങനെ ഒരു പേര് വിട്ട്. എന്തോന്ന്? ചൈനീസ് വിപ്ലവം.
നിനക്ക് ഇവിടെ എങ്ങനെയാണ് ശമ്പളം? നീ തരുന്ന മദ്യം കഴിച്ചിട്ട് നമ്മൾ പെരിപ്പിൽ നിൽക്കുമ്പോ നീ തന്നെ പുളുക്കഥ പറഞ്ഞ് അരയിപ്പിച്ച് കളയും. നിനക്ക് എത്രയാണ് ശമ്പളം ഇവിടെ? എന്തിനാണ് ശമ്പളം നിനക്ക്? നിനക്ക് അധികം ശമ്പളം കിട്ടുന്നുണ്ടോ ഇവിടുന്ന്? ആവശ്യമില്ലാത്ത കഥ. ചൈനീസ് മാപ്പിളെ. ഇവർക്കൊന്നും പ്രേമത്തിന്റെ കാര്യം അറിഞ്ഞൂടാ ചായ. അതൊക്കെ എന്റെ പ്രണയം. ഞാനും എന്റെ മാമന്റെ മോളും മുമ്പ് നല്ല പ്രണയത്തിലായിരുന്നു. മാമന്റെ മോൾ അങ്ങനാ. സെബാസ്റ്റ്യൻ, എന്താ ഇപ്പൊ സംസാരിച്ച? മാമന്റെ മോൾ അങ്ങനാ. മാമന്റെ മോൾ, അവന്റെ മാമന്റെ മോൾ എന്ന് പറയുമ്പോ എന്റെ മാമന്റെ മോളല്ലേടാ. മാമന്റെ മോളെ കാര്യം പറയുമ്പോ അടിത്താടി വെളിയിലോട്ട് വരണം. മാമന്റെ മോൾ എങ്ങനെ ഒരു പാവം പിടിക്കുന്നത്? അങ്ങനെ കാണിക്കാം. മാമന്റെ മോൾ അങ്ങനാ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു ചായ. ആണോ? അങ്ങനെ ഇവള് ഞാനായിട്ട് പ്രണയത്തിലായിരുന്ന സമയത്ത് വീട്ടിൽ വെള്ളിയാഴ്ച പിരിവിന് പറഞ്ഞ അണ്ണാച്ചിയായിട്ട് ചെറിയൊരു പ്രേമം. ഞാൻ ഒന്നും പറഞ്ഞില്ല, കാരണം ഇവർ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവണമല്ലോ. ഇവ ഇടയ്ക്ക് വരുമ്പോൾ ഇവർ തുണി എടുക്കുന്ന കല്ലിന്റെ അവിടെ ഒന്ന് സംസാരിക്കുന്നു. അപ്പോഴും ഞാനും ഒന്നും മിണ്ടില്ല. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയണമല്ലോ. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അവർ രണ്ടുപേരും ഒളിച്ചോടി അങ്ങ് പോയി. അവരുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവർക്ക് ഇനി 4 കൊച്ചുങ്ങളായാലേ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. ഇതാണ് പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. നമ്മൾ ആണുങ്ങൾ നമുക്ക് പെട്ടെന്ന് സ്നേഹിക്കാം. ഒരു 400 കൊടുത്ത് ഒരു മരുന്ന് മേടിച്ചു കൊടുത്ത് ആണുങ്ങളെ പെട്ടെന്ന് സ്നേഹിക്കാം. പക്ഷേ ഈ പെണ്ണുങ്ങൾക്ക് 5000 രൂപ സാരിയോ ചുരിദാറും മേടിച്ചു കൊടുത്ത് ഐസ്ക്രീം മേടിച്ചു സിനിമയും കളിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾക്ക് സ്നേഹം വരില്ല. ഇവളൊക്കെ നമ്മളെ തേച്ച് ഒട്ടിച്ചിട്ട് പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ പോകാൻ പാടില്ല. സ്ത്രീകളുമായിട്ട് സമ്പർക്കത്തിൽ നമ്മൾ ഏർപ്പെടരുത്. അല്ലേ, നമ്മൾ അവരുടെ ഭാഗത്തേക്ക് പോകരുത്. നമ്മൾ മാറി നടക്കണം. അങ്ങനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഒരു സ്ത്രീ ശരിയല്ല. അമ്മാ ലിസി വന്നാ. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരാം. അമ്മ വരാമ്മ. എവിടെ പോണു ചായ? പെണ്ണുമ്പിള്ളയും കൊച്ചുങ്ങളും വീട്ടിൽ വന്നടാ. അല്ല, ഈ ചാനലിൽ പറഞ്ഞ പെണ്ണുങ്ങളെ നമ്മൾ വിശ്വസിക്കാൻ നമ്മൾ അടുത്ത് പോരെന്ന് പറഞ്ഞത്. അത് വേറെയുള്ള പെണ്ണുങ്ങളാ. എന്റെ പെണ്ണുമ്പിള്ളയും കൊച്ചുങ്ങളെ എനിക്ക് കണ്ടേ. എനിക്ക് പറ്റൂല. അവരുടെ അടുത്ത് കിടന്നേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ കാണാം. ഓക്കെ ചായ, അപ്പൊ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ഉണ്ടേസിക്കും. അത് കുഴപ്പമില്ല. വിളിക്കുന്നത് വരെ നീ ഇവിടെ നിന്ന് കളിയടാ. ആ പന്നം പോയ പോക്കണ്ട പന്നൈ. അയ്യോ, ഇച്ചായനെ പന്നാന്നൊന്നും വിളിക്കല്, പാവമാണ്. ഇച്ചേനെ പന്നാന്ന് വിളിക്കുന്ന പാവമെന്നാ. ഓ. എടോ, നിങ്ങളുടെ കല്യാണ നേരത്തിൽ മദ്യപിക്കുന്നവർ പ്രവേശിക്കുന്ന എഴുതി വെച്ച ആരാ? ആ പോയ അച്ചായ. എടാ, എന്നിട്ട് നിനക്കിത് നേരത്തെ എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നാ? ഞാൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ക്ലൈമാക്സ് എന്തോ പറയുമായിരുന്നു.